ബോബനും മോളിയും 69 വർഷമായിട്ട് കേരളത്തിൽ ഇറങ്ങുന്ന കോമിക് ബുക്കാണ്. ഇതിൻ്റെ കഥ അറിയുമോ? ബോബനും മോളിയുടെയും സൃഷ്ടാവ് VT തോമസ് എന്ന പേര് പറഞ്ഞ ആർക്ക് അറിയാൻ സാധ്യതയില്ല. ടോംസ് അദ്ദേഹത്തിൻ്റെ നാട് കുട്ടനാടുള്ള വെളിയനാട് എന്നൊരു ഗ്രാമത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള 2 വികൃതി കുട്ടികളായിരുന്നു ഈ ബോബനും മോളിയും. ഇവർ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ ടോംസിൻ്റെ വീടിൻ്റെ വേലി പൊളിച്ചിട്ട് അതിനകത്തൂടെ കയറി ഇദ്ദേഹത്തിൻ്റെ അടുക്കള വഴിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്താ, ശരിക്കുള്ള വഴിയെ പോകുന്ന വഴിയെ പോയി അവിടെ ഒരു കുറച്ച് ചുറ്റി പോകണം. അത് മാത്രമല്ല അപ്പുറമുള്ള വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി ഇവരെ പലതവണ ഓടിക്കുകയും ഒരു തവണ വെള്ളത്തിൽ ചാടിക്കുകയോ ചെയ്തു. കുട്ടനാടാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇത് കണ്ടുപിടിച്ചു, പിള്ളേർ ഈ വേലി പൊളിച്ച് പോകുന്നു. കാരണം ഈ വേലി പൊളിച്ചാൽ പൊളിച്ച വേലിക്കകത്തേക്ക് കന്നുകാലികളും പട്ടിയും പശു പൂച്ചയൊക്കെ കയറി ഇദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഇവർ ഈ വേലി പൊളിച്ച് പോകുന്നത് ഇദ്ദേഹം കണ്ടുപിടിക്കുകയും ഇവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. പിന്നെ ആ വേലി അദ്ദേഹം കമ്പിവേലി, മുള്ളുവേലി വെച്ച് അടയ്ക്കുന്നു. അതടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഈ കുട്ടികൾ അവിടെ വളഞ്ഞു നിൽക്കുന്നൊരു തെങ്ങുണ്ട്. ആ തെങ്ങ് വഴി കയറി വീണ്ടും അതുവഴി